ഹായ് മക്കളെ, നിങ്ങളുടെ GIB എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. 50ഓളം ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, അത്ര വലിയ ടഫ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാംഫർ വേപ്പർ ഇൻ നൈട്രജൻ ഗ്യാസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്ന ചോദ്യം. ഇൻ നൈട്രജൻ ഗ്യാസ് എന്നാ. അപ്പൊ സോൾവെന്റ് ആരാ അവിടെ? നൈട്രജനാ. സോൾവെന്റ് പേരിലാണ് പൊതുവെ എന്ത് ചെയ്യുക, ആ സൊല്യൂഷന്റെ പേര് അറിയപ്പെടുക. അപ്പൊ സോൾവെന്റ് നൈട്രജൻ ഗ്യാസ് ആയതുകൊണ്ട് അതെന്താണ്, ഗ്യാഷ്യസ് സൊല്യൂഷൻ ആണ്. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. 3 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത്, കൺസിഡർ ദ സെൽ പൊട്ടൻഷ്യൽ. രണ്ട് ആളുടെ സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ചോദ്യം. മക്കളെ, റെഡ്യൂസിങ് ഏജന്റിന് എന്താ നടക്കുക? പറ. റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷനാ സംഭവിക്കുക അല്ലെ. ഈ ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്ക് എന്ത് പൊട്ടൻഷ്യലാ കൂടേണ്ടത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാ കൂടേണ്ടത്. അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താ, റിഡക്ഷൻ പൊട്ടൻഷ്യലാ. അപ്പൊ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചെഴുതണം അല്ലെ. അതായത് Mg2+ ആവുന്നതാണ് ഓക്സിഡേഷൻ. അവർ തന്നത് Mg2+ Mg ആവുന്നത്, അത് റിഡക്ഷനാ. നമുക്ക് വേണ്ടത് എന്താ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ആർക്കാണോ അവർക്കാണ് ഓക്സിഡേഷൻ നല്ല പോലെ നടക്കുക, അവരാണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്, അങ്ങനെ പറയണ്ടേ. അപ്പൊ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ മഗ്നീഷ്യം 2+ ആവാനുള്ളത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നാൽ അതിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുക, മൈനസ് എന്താക്കിയാൽ മതി, പ്ലസ് ആക്കിയാൽ മതി, സൈൻ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പൊ 2.37 വരും. Fe3+ Fe ആവുന്ന റിഡക്ഷനാ. നമുക്ക് അവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാ വേണ്ട, അപ്പൊ തിരിച്ചെഴുതണം. Fe എന്നുള്ള ആള് Fe3+ ആവുന്ന ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്ര? റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.04 ആണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്ര? +0.04. അപ്പൊ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കുക 2.37 അല്ലേ. അതായത് മഗ്നീഷ്യം 2+ ആവാനുള്ള ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ 2.37 ആണ്, കൂടുതലാണ്. അപ്പൊ ഓക്സിഡേഷൻ ചെയ്യാനുള്ള കഴിവ് കൂടുതൽ മഗ്നീഷ്യത്തിനാണ്. അപ്പൊ നല്ലപോലെ ഓക്സിഡേഷൻ നടക്കൽ മഗ്നീഷ്യത്തിനാണ്. അപ്പൊ നല്ല റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? മഗ്നീഷ്യമാണ്. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് ലോ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എക്സും വൈയും സെഡും എന്താന്നാ ചോദ്യം. എടാ, നിങ്ങൾ റിയാക്ഷനിൽ -dA/dt എഴുതണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് നമുക്ക് 1/1 അല്ലത്. 1/1 നമ്മളറിയാം, അയാളുടെ കോയിഫിഷ്യന്റിന് റെസിപ്രോക്കൽ എടുക്കുക. അതുകൊണ്ട് 1/1 ആയതുകൊണ്ട് ഇതിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, 1 തന്നെയാണ്. ഇതും 1/1 ആയതുകൊണ്ട് കോയിഫിഷ്യന്റ് ഇതെന്താണ്, 1 തന്നെയാണ്. ഇതെന്താ 1.5 മീൻസ് എന്താ, 3/2. അപ്പൊ ഇവിടെ നിങ്ങൾ 3/2 എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം, 2/3 ആയിരിക്കണം. ഒരു റിയാക്ടൻസിന്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോയിഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റേറ്റ് ഇക്വേഷൻ എഴുതാറുള്ളത്. അപ്പൊ 1.5 മീൻസ് 3/2. അപ്പൊ 3/2 എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ അതിന്റെ സിന്റെ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം, 2/3 ആയിരിക്കണം. അപ്പൊ എക്സ് 1:2, y എന്താ 1 ആണ്. z എന്തായിരിക്കും മക്കളെ? എടാ, ഇത് 1.5 അല്ലേ, 3/2 അല്ലേ. അപ്പൊ ഇത് 3/2 എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ 3/2 കോയിഫിഷ്യന്റ്, 3/2ന്റെ റെസിപ്രോക്കൽ എന്താ, 2/3 അല്ലേ. അപ്പൊ ഇത് 2/3 ആയിരിക്കും. അപ്പൊ 1:2/3. അതായത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക, ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ. ഇതിൽ ഏറ്റവും ചെറിയ നമ്പറിനെ കൊണ്ട് എല്ലാ നമ്പറും ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1/2/3, 1/2/3, 2/3/2/3. 1/2/3 എന്താ, 3/2 കിട്ടും. ഓക്കെ, ഇനി എളുപ്പമല്ലേ കാര്യങ്ങൾ. അതിന്റെ റേഷ്യോ എടുത്താൽ പറയാം നിങ്ങൾ. ഓക്കെ അല്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. എല്ലാം 2നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇത് 2 കട്ട് ചെയ്തു, ഇത് 2നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 കിട്ടും. അപ്പൊ 3:3:2 കിട്ടും. ഓപ്ഷൻ ഏത് മാർക്ക് ചെയ്യാം, ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം കേട്ടോ. എളുപ്പമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഫാൾസ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് ഫോംഡ് ബൈ ട്രാൻസിഷൻ മെറ്റൽ? നിങ്ങൾക്ക് അറിയാം, ദേ ആർ കെമിക്കലി ക്വൈറ്റ് റിയാക്റ്റീവ് ആണല്ല, അവര് ഇനേർട്ട് ആണെന്നാ പഠിച്ചിട്ടുണ്ടാവുക. അവർ എഴുതി വെച്ചേക്കുക ദേ ആർ കെമിക്കലി ക്വൈറ്റ് റിയാക്റ്റീവ് എന്ന് എഴുതിയത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ 3 ആണെന്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അടുത്തത്, ദ നമ്പർ ഓഫ് അയോൺസ് പെർ മോൾ ഓഫ് കോംപ്ലക്സ്. ഈ ഒരു കോംപ്ലക്സിൽ എത്ര അയോൺസ് ഉണ്ടെന്നാ നിങ്ങൾക്കറിയാം. കോർഡിനേറ്റ് കോമ്പൗണ്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യൂല, അയോണൈസേഷൻ നടക്കൂല. ഇതൊരു അയോൺ ആയിട്ടും പുറത്ത് 2 Cl- ആയിട്ടും നിൽക്കും. അപ്പൊ ഇവിടെ ഒരു കോർഡിനേറ്റ് അയോണും 2 Cl- എന്നുള്ള കൗണ്ടർ അയോണും. അപ്പൊ ടോട്ടൽ എത്ര അയോൺ കിട്ടും? 3 കിട്ടും. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ? എളുപ്പമല്ലേ. ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ എന്താ, RXഉം Na റിയാക്ട് ചെയ്തിട്ട് RIയും NaXഉം കിട്ടുന്ന റിയാക്ഷൻ ആണ് എന്ത്, ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈ. ഇത് ഈ എക്സ് എന്തായിരിക്കണം, ഈ വൈ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. എടാ, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഇവിടെ ഒരു ക്ലോറിനാ. ഈ ക്ലോറിന്റെ അടുത്തോട്ട് H2 ആഡ് ചെയ്യുമ്പോൾ Cl- പോയിട്ട് അങ്ങോട്ട് ആര് വരുന്നതാ, OH- വരുന്നതാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇയാള് Cl-ഉം ഇയാൾ എന്തായിരിക്കണം, OH ആയിരിക്കണം. അപ്പൊ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യണ്ടേ, ഓപ്ഷൻ 2 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമാണ്. അവിടെ നിങ്ങൾ പഠിച്ചതല്ലേ, അതായത് ആ ഫിനോളിന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രിപ്പറേഷൻ അല്ലെ.
അത് ക്യുമീനിൽ നിന്നും ഫിനോൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രിപ്പറേഷനിൽ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ആരാ? ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. പിന്നെ ഇവിടെ ആരാ കിട്ടുക? ഫിനോളും കിട്ടും, അതേപോലെ അസറ്റോണും കിട്ടുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്, ഫിനോൾ ആൻഡ് അസറ്റോൺ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 4 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 8 gram NaOH ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ, ഇറ്റ്സ് മൊളാരിറ്റി എന്ന ചോദ്യം. മക്കളെ മൊളാരിറ്റിന്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നല്ലേ? ആണ്. ലിറ്ററിലാണെങ്കിൽ ഇക്വേഷൻ അത്രയേ ഉള്ളൂ. മില്ലി ലിറ്ററിലാണെങ്കിലാണ് പിന്നെ ഇൻറ്റു 1000 ഒക്കെ ഉണ്ടാവുക. ഇത് ലിറ്ററിലായതുകൊണ്ട് നമ്പർ ഓഫ് മോൾ ബൈ വോളിയം മതി. ഓക്കെ, നമ്പർ ഓഫ് മോളിന്റെ ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് അല്ലേ. പിന്നെ താഴെ ഇവിടെ എന്തുണ്ട്? വോളിയം ഉണ്ട്. അപ്പൊ ഗിവൺ മാസ് എത്രയാടാ? 8 gram അല്ലേ. NaOHന്റെ മോളിക്കുലാർ മാസ് എന്താ? 40 ആണ്. പിന്നെ വോളിയം എത്രയാടാ? വോളിയം 1 liter ആയതുകൊണ്ട് വോളിയം 1 liter. അപ്പൊ 8/40 ചെയ്ത് നോക്കുക. 8/40 എന്താടാ? 1/5 അല്ലേ. 1/5 ചെയ്ത് എന്താ കിട്ടുക? 0.2 അല്ലേ കിട്ടുക. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. 3 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത്, ഫോർ എ സ്പോണ്ടാനിയസ് റിയാക്ഷൻ ΔG ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് E0 സെൽ എന്താവണമെന്നാ? ΔG നെഗറ്റീവ് ആവണമെന്ന് നിങ്ങൾ പഠിച്ചേ മക്കൾ. ΔG നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ΔG - NF E0 സെൽ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇയാൾ നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ E0 സെല്ല് നെഗറ്റീവ് ആകാൻ പറ്റുമോ? ഇയാൾ നെഗറ്റീവ് ആയ നെഗറ്റീവിന് നെഗറ്റീവ് ഇയാൾ പോസിറ്റീവ് ആയിട്ട് മാറും. ΔG നെഗറ്റീവ് ആവണം സ്പോണ്ടേനിയസ് ആവാൻ. അപ്പൊ ഇയാൾ നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ΔG നെഗറ്റീവ് ആയിരിക്കണം, E0 സെല്ല് പോസിറ്റീവ് ആയിരിക്കണം. അത് ഒറ്റ ഓപ്ഷൻ അതിൽ ഉണ്ടാവുള്ളൂ. ഏതാ? ഓപ്ഷൻ 1. അതുകൊണ്ട് പിന്നെ E0 സെല്ല് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. നിങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോ കെമിസ്ട്രിയിൽ. അത് അറിയില്ലെങ്കിലും പ്രശ്നമില്ല. ΔG നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ E0 സെല്ല് പോസിറ്റീവ് ആവണം. അത് ഒറ്റ ഓപ്ഷൻ അതിൽ ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ 1 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്തത്, വിച്ച് യൂണിറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ എ റിയാക്ഷൻ റേറ്റ്? റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. മക്കൾ, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. കോൺസെൻട്രേഷൻ ബൈ ടൈം ആണെന്ത്? റേറ്റ് ഓഫ് റിയാക്ഷൻ. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? മോൾ ബൈ വോളിയം ആണ് പൊതുവെ കോൺസെൻട്രേഷൻ ടേം ആയി നമ്മൾ എടുക്കുക. മോൾ ബൈ വോളിയം, അതായത് മോൾ ബൈ വോളിയം എന്ന് പറയുമ്പോൾ മോൾ ലിറ്റർ ഇൻവേഴ്സ് എഴുതാം. ബൈ ടൈം, ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അപ്പൊ മോൾ ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് മുകളിലോട്ട് വരുമ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് കിട്ടും. ഏത് ഓപ്ഷനാ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ 1 എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. 1 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, മക്കൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എളുപ്പമാണ്. DNF-ലായിട്ടും റെഡോക്സിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് പറയാം. ഇയാൾ പൊതുവെ അസിഡിക് മീഡിയത്തിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുക? ഇയാൾ പൊതുവെ ബേസിക് മീഡിയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കുമ്പോഴല്ലേ ഇയാൾ കിട്ടുക. അപ്പൊ ഇയാൾ ഏത് കണ്ടീഷൻ ആയിരിക്കണം? അസിഡിക് കണ്ടീഷൻ ആയിരിക്കണം. ഇത് ബേസിക് കണ്ടീഷനല്ലേ. അപ്പൊ ഇങ്ങോട്ട് ഏത് കണ്ടീഷൻ ആയിരിക്കണം? ബേസിക് കണ്ടീഷൻ ആയിരിക്കണം. അപ്പൊ എക്സ് എന്തായിരിക്കണം? പറ. XOH മൈനസും ബേസിക് കണ്ടീഷനും, Y എന്തായിരിക്കണം? അസിഡിക് കണ്ടീഷനും ആയിരിക്കണം. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കറക്റ്റ് IUPAC നെയിം ഫോർ ദി കോമ്പൗണ്ട്. എളുപ്പമാണ്. കൊബാൾട്ട് ഉണ്ട്. അത് ഈ കൊബാൾട്ടിന്റെ ചാർജ് നിങ്ങൾ കണ്ടുപിടിക്കണം. എടാ Cl -1 അല്ലേ. അപ്പൊ ടോട്ടൽ ഇയാളുടെ ചാർജ് എന്തായിരിക്കണം? കൗണ്ടർ അയോൺ -1 ആണെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് കോംപ്ലക്സ് അയോൺ എന്തായിരിക്കണം? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് +1 ആയിരിക്കണം. ONO ചാർജ് -1 ആണ്. Cl ചാർജ് -1 ആണ്. NH3 കാണാൻ ചാർജ് ഇല്ല. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ -2 കിട്ടും. ടോട്ടൽ +1 വരണം. -2 ആരുമായിട്ട് കൂട്ടിയാൽ +1 കിട്ടുക. +3 അല്ലേ. അപ്പൊ കോബാൾട്ടിന്റെ ചാർജ് +3 ആണെന്ന് കണ്ടുപിടിച്ചു. എത്ര അമീൻ ഉണ്ട്? 4 അമീൻ. ടെട്രാ അമീൻ. ഒരു ക്ലോറിൻ, ക്ലോറിഡോ. ഇത് ഓക്സിജൻ അറ്റാച്ച് ചെയ്ത്, അതുകൊണ്ട് ഇത് ആംബിഡന്റ് ലിഗൻഡ് ആണ്. നൈട്രജൻ അല്ല അറ്റാച്ച് ചെയ്തത്, ഓക്സിജൻ. ONO അല്ലേ. അപ്പൊ നൈട്രിറ്റോ O. കോബാൾട്ടിന്റെ ചാർജ് എന്താ? 3. ക്ലോറൈഡ്. കോബാൾട്ട് 3 ക്ലോറൈഡ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 4 മാർക്ക് ചെയ്യാം. ഓക്കെ, ആൽഫാബറ്റിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതി വെക്കേണ്ടത്. അടുത്തത് എളുപ്പമാണ്. ഡയാസോട്ടൈസേഷൻ നടന്ന എന്ത് കിട്ടും? ബെൻസീൻ ഡൈ അസോണിയം സാൾട്ട് കിട്ടും. അങ്ങോട്ട് പിന്നെ Ki ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ബെൻസീൻ ഡൈ അസോണിയം സാൾട്ടിലോട്ട് Ki ആഡ് ചെയ്താൽ അയഡോ ബെൻസീൻ കിട്ടും. പിന്നെ ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പൊ അയഡോ ബെൻസീനും കിട്ടും, നൈട്രജനും കിട്ടും. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ വിൽ ഈൽഡ് ഫിനോൾ? നിങ്ങൾ പഠിച്ചതാണല്ലോ. അതായത് ക്ലോറോബെൻസീനിലോട്ട് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും പറയൂ? ഫിനോൾ കിട്ടും. ശരിയാണ്. NH2ലോട്ട് NaNO2HCl ആഡ് ചെയ്താൽ ബെൻസീൻ ഡൈ അസോണിയം സാൾട്ട് കിട്ടും. ബെൻസീൻ ഡൈ അസോണിയം സാൾട്ടിലോട്ട് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫിനോൾ കിട്ടും. ശരിയാണ്. ഈ ഒരു ബെൻസീന്റെ അടുത്തോട്ട് ഒലിയം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഒലിയം. സൾഫോണിക് ആസിഡ് കിട്ടും. സൾഫണേഷൻ. ആ സൾഫണേഷൻ നടത്തുന്ന ആളുടെ അടുത്തോട്ട് NaOHും H+ ആഡ് ചെയ്താൽ SO3H മാറി ON വരും. ONലുള്ള H+ മാറിയിട്ട് OH ആയിട്ട് വരും. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് A, B, C നടന്നാലൊക്കെ കിട്ടും. ക്ലോറോബെൻസീന്റെ അടുത്തോട്ട്
NOH ഈ പ്രഷറിലല്ല, ഹൈ പ്രഷറാണ്. 1 ATM അല്ല, 300 ATM. 1 ATM നടന്നാൽ നടക്കൂല. അപ്പൊ എയും ബിയും സിയും നടന്നാൽ മാത്രമേ ആര് കിട്ടുള്ളൂ? ഫിനോളിന് കിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ 1 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്തത് വിത്ത് ഡൈല്യൂട്ട് HNO3 കേട്ടോ. അതായത് നിങ്ങളുടെ ഫിനോളിന്റെ അടുത്തോട്ട് ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്താൽ ഓർത്തോ നൈട്രോഫിനോളും കിട്ടും, പാരാ നൈട്രോഫിനോളും കിട്ടും. പൊതുവെ പാരയാണ് മേജർ ആവുക, പക്ഷെ ഈ കേസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഓർത്തോ പ്രൊഡക്റ്റ് ആണ് മേജർ ആവുക. ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മോഡ് ഓഫ് എക്സ്പ്രഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിൽ, നിങ്ങൾ ആ ഒരു ഇക്വേഷനിൽ വോളിയം എന്നുള്ള ടേം വേണം. ഓക്കെ, വോളിയം എന്നുള്ള ടേം ഉള്ള ഒരാൾ നോക്കിയാൽ മതി. നിങ്ങൾ മാസ് പെർസെൻറ്റേജിൽ വോളിയം അല്ല, മൊളാലിറ്റിയിൽ വോളിയം അല്ലല്ലോ, നമ്പർ ഓഫ് മോൾ ബൈ മാസ് ഓഫ് സോൾവെന്റ്. മാസ് ഓഫ് സോൾവെന്റ് അല്ലേ. മൊളാരിറ്റി എന്താ? നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഉണ്ട്. വോളിയം ടെമ്പറേച്ചർ മാറുമ്പോൾ മൊളാരിറ്റിയിലും എന്ത് വരും? ചേഞ്ച് വരും. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ വോളിയം ഉള്ള ടേം, അതായത് മൊളാരിറ്റിയാണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. മക്കൾ നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം. 68th ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ വായിച്ചേ. ഗിവൺ ദാറ്റ് MnO4 മൈനസ് Mn2 പ്ലസ് ആവാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. MnO2 Mn2 പ്ലസ് ആവാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഇത് ചോദ്യം എന്താ? MnO4 മൈനസ് MnO2 ആയിട്ട് മാറാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ചോദ്യം. തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. MnO4 മൈനസ് Mn2 പ്ലസ് ആവാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ 1.51 ആണ്. Mn2 പ്ലസ് ആയിട്ട് മാറാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ 1.23 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? MnO4 മൈനസ് MnO2 ആയിട്ട് മാറാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ രണ്ട് റിയാക്ഷൻ എന്ത് ചെയ്താലാ ഈ റിയാക്ഷൻ കിട്ടാൻ നോക്കുക. അവിടെ MnO4 മൈനസ് റിയാക്ടൻസ് സൈഡില്ല, ഇവിടെ MnO4 മൈനസ് റിയാക്ടൻസ് സൈഡില്ല. അപ്പൊ ഈ റിയാക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് MnO2 പ്രൊഡക്റ്റിലാണ് വേണ്ടത്, പക്ഷെ ഇവിടെ MnO2 എവിടെയുള്ളത്? റിയാക്ടൻസ് സൈഡില്ല. ഇവിടെ നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് സൈഡില്ല. അപ്പൊ നിങ്ങൾ ഈ റിയാക്ഷൻ എന്ത് ചെയ്യണം? തല തിരിച്ചിടേണ്ടി വരും. ഓക്കെ, ഞാൻ തല തിരിച്ചിട്ടാൽ Mn2 പ്ലസ് എന്തായിട്ട് മാറി? MnO2 ആയി. എന്തായിട്ട് മാറി? MnO2 ആയിട്ട് മാറി. അപ്പൊ വാല്യൂ 1.23 എന്നുള്ള വാല്യൂ എന്താവും? -1.23 ആവും. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ മൂന്നാമത്തെ റിയാക്ഷന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഈ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്ത് നോക്കി. ഈ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്താൽ ഈ Mn2 പ്ലസും കട്ട് ചെയ്തു. പിന്നെ റിയാക്ടൻസ് സൈഡിൽ MnO4 മൈനസ് ഉണ്ട്, ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ MnO2 ഉണ്ട്. അതന്നല്ലേ, റിയാക്ടൻസ് സൈഡിൽ MnO4 മൈനസ് ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ MnO2 ഉണ്ട്. അപ്പൊ ഈ രണ്ട് റിയാക്ഷന്റെ ഡെൽറ്റാജി നിങ്ങൾ ആഡ് ചെയ്താൽ ഈ മൂന്നാമത്തെ റിയാക്ഷന്റെ ഡെൽറ്റാജി കിട്ടുമെന്ന് എഴുതി വെക്കാം. പഠിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് റിയാക്ഷൻ, ഇതിന്റെ ഡെൽറ്റ G1 ആണെങ്കിൽ ഇത് ഡെൽറ്റ G2 ആണെങ്കിൽ, അപ്പൊ ഡെൽറ്റ G1 ഡെൽറ്റ G2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡെൽറ്റ G3 കിട്ടും എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഡെൽറ്റ G3 ഈക്വൽ ടു ഡെൽറ്റ G1 പ്ലസ്, ഇതാണ് ഡെൽറ്റ G1 കേട്ടോ. ഇത് ഈ റിയാക്ഷൻ്റെതാണ് ഡെൽറ്റ G2 കേട്ടോ. ഓക്കെ, ഡെൽറ്റ G2. ഡെൽറ്റ G3 ഇക്വേഷൻ, ഡെൽറ്റ ജിന്റെ ഇക്വേഷൻ എന്താ? -NfE0. അപ്പൊ ഡെൽറ്റ G3 ഈ റിയാക്ഷന്റെ N എത്രയാടാ? MnO4 മൈനസ് മീൻസ് Mn +7 ആണ്, ഇവിടെ Mn +4 ആണ്. ഓക്സിഡേഷൻ നമ്പർ +7 +4 ആവുക. അപ്പൊ എന്താ? 3 ഇലക്ട്രോൺ എക്സ്ചേഞ്ച്. അപ്പൊ N 3 ആണല്ലേ. അപ്പൊ -N എന്ന് പറയുമ്പോൾ -3 ഇൻറ്റു F ഇൻറ്റു E0 അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഒന്നാമത്തെ റിയാക്ഷന്റെ ഡെൽറ്റ G എന്താ? -NfE0. N എന്താടാ? ഇത് +7 അല്ലേ, +7 +2 ആവാം. അപ്പൊ N എന്താ? 5 ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്ത്, അതുകൊണ്ട് -5 ഇൻറ്റു ഇവിടെയും F ഉണ്ട്. E0 എന്താ? 1.51 പ്ലസ് ഡെൽറ്റ G2 എന്താ? ഇതിന് ഡെൽറ്റ G2 എന്ന് പറഞ്ഞേ മൈനസ് N എന്താ? ഇത് +2 അല്ലടാ, ഇത് +4 അല്ലേ, +2 +4 ആവാം. 2 ഇലക്ട്രോണിൽ എക്സ്ചേഞ്ച് നടക്കുന്നത്, അതുകൊണ്ട് -2 ഇൻറ്റു F ഇൻറ്റു ഇതിന്റെ E0 എത്ര? -1.23 അല്ലേ, ഉറപ്പാണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? മൈനസ് ഇൻറ്റു മൈനസ് ചെയ്താൽ പ്ലസ് അല്ല കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് എഫും കട്ട് ചെയ്ത്, ഇതെല്ലാം F അല്ല. അപ്പൊ എഫും കട്ട് ചെയ്യാം. അറിയാത്ത E0 മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ സോൾവ് ചെയ്താൽ എന്താ ഏകദേശം കിട്ടുക? ഓപ്ഷൻ 1.69 സംതിങ് കിട്ടും. 1.70 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ എക്സ്പെരിമെന്റ് ആ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, എന്നിട്ട് ആ റിയാക്ഷന്റെ റേറ്റ് ആണ് ചോദ്യം. നമുക്ക് ആ റേറ്റ് അറിയണം. റേറ്റ് ലോ എഴുതണം എന്നുണ്ടെങ്കിൽ അതിന്റെ OA വിത്ത് റെസ്പെക്ട് ടു എന്റെ ഓർഡർ എഴുതണം, ബിന്റെ ഓർഡർ എന്ത് ചെയ്യണം? പറയണം. അപ്പൊ നോക്കി, അപ്പൊ എന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാ. എന്റെ ഓർഡർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനെ ഫിക്സ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് എടുക്കുക. എനെ ഫിക്സ് ചെയ്തിട്ടുള്ള 2 എക്സ്പെരിമെന്റ് അത്. ആ സമയത്ത് ബിക്ക് എന്ത് സംഭവിച്ചു നോക്കിക്കേ. B 0.8 0.4 ആയി.
0.8 0.4 ആകുക മീൻസ് ഹാഫ് ആയി എന്നല്ലേ. അപ്പം ബീന്റെ കോൺസെൻട്രേഷൻ ഹാഫ് ആകുമ്പോൾ ഞാൻ ബീന്റെ റേറ്റ് ബീന്റെ ഓർഡർ പറയണം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ബിക്ക് അത് സംഭവിച്ച് നോക്കുക. ആ സമയത്ത് ബി ഹാഫ് ആയപ്പോൾ റേറ്റും എന്തായിട്ടുണ്ട്, ഹാഫ് ആയിട്ടുണ്ട് അല്ലെ. 8.4 ആയതല്ലേ, ഹാഫ് ആയിട്ടുണ്ട്. അപ്പൊ ബി ഹാഫ് ആകുമ്പോൾ റേറ്റും ഹാഫ് ആകുക. അപ്പൊ എന്താ ഓർഡറാ, ബിക്ക് എന്താണോ ചേഞ്ച് വരുത്തിയത് അതേ ചേഞ്ച് തന്നെയാണ് ഈ റേറ്റ് ഓഫ് റിയാക്ഷനിലും വന്നത്. ബിക്ക് എന്താണോ ചേഞ്ച് വരുത്തിയത് ബീനെ ഹാഫ് ആക്കിയപ്പം റേറ്റ് ഓഫ് റിയാക്ഷൻ ഹാഫ് ആയി. അപ്പൊ എന്താ, വിത്ത് റെസ്പെക്ട് ടു ബി എന്ത് ഓർഡറാ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഇനി എന്റെ ഓർഡർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബീനെ ഫിക്സ് ചെയ്തിട്ടുള്ള 2x ഇത് ഇവിടെയും ബി ഫിക്സ്ഡാ. ആ സമയത്ത് എ നോക്കിക്കേ 0.3 0.6 ആയി, ഡബിൾ ആയി. അപ്പൊ ഇയാൾ ഡബിൾ ആയപ്പം റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായത്, ഡബിൾ ആയി. അപ്പം വിത്ത് റെസ്പെക്ട് ടു എയും എന്ത് ഓർഡർ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ എയും ഫസ്റ്റ് ആണ്. അപ്പൊ A1 B1 ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക, ഓപ്ഷൻ 2 എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇത് ഡൈക്രോമേറ്റ് ആനിയോന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാലോ, DNF-ലൊക്കെ പഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ. ഇതാണ് ഇയാളുടെ സ്ട്രക്ചർ വരിക കേട്ടോ. ഓക്കെ, ആക്ച്വലി ഇവിടെ ഈ റെസൊണൻസ് നടക്കും. ഈ ഒരു സിംഗിൾ ബോണ്ട് എന്ത് ചെയ്യാം, ഇവിടെ ആകാം, അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ഇവിടെ ആക്കാം, ഇവിടെ സിംഗിൾ ബോണ്ട് അങ്ങനെ തന്നെ ഇവിടെ ആക്കാം, അല്ലെങ്കിൽ ഇവിടെ ആകാം. അപ്പൊ ഈ മൂന്ന് ബോണ്ട് ആക്ച്വലി എന്താ, ഐഡന്റിക്കൽ ആണ്, ഇക്വലന്റ് ആണ്. ഇത് പിന്നെ ബ്രിഡ്ജഡ് ആയതുകൊണ്ട് വേറെ തന്നെ ടൈപ്പാണ്. ഈ മൂന്നും ക്രോമിയം ഓക്സിജൻ തമ്മിലുള്ള ബോണ്ട് ആക്ച്വലി പാർഷ്യൽ ഡബിൾ ബോണ്ട് ആണ്, ഒരു റെസൊണൻസ്. അതുകൊണ്ട് എല്ലാവരും ഇക്വലന്റ് ആണ്. അപ്പൊ 6 CRO ബോണ്ട് ആർ ഇക്വലന്റ്. ഓപ്ഷൻ 2 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. 2 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. എം ദ ഫോളോയിങ് കോംപ്ലക്സ് ദ വൺ ദാറ്റ് ക്യാൻ എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് എം AA ട്വൈസ് B2 സിസ് ആയിട്ടും കിട്ടും, ട്രാൻസ് ആയിട്ടും കിട്ടും. അതിൽ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് സാൻഡമേഴ്സ് റിയാക്ഷൻ. സാൻഡമേഴ്സ് റിയാക്ഷൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ചോദ്യം കേട്ടോ. ഇവിടെ റീപ്ലേസ്മെന്റ് ഓഫ് ഡൈ അസോണിൻ ഗ്രൂപ്പ്, അതായത് ബെൻസീൻ ഡയോസൈൻ സോൾട്ടുള്ള N2 റീപ്ലേസ് ചെയ്തിട്ട് അയോഡിൻ വരണം എന്നുണ്ടെങ്കിൽ കുപ്രസ് അയോഡൈഡിനെ വേണോ, വേണ്ട. കുപ്രസ് അയോഡൈന് വേണ്ട. CuI വേണ്ട. ക്ലോറോബെൻസീൻ ഒക്കെയാണ് CuCl, ബ്രോമോബെൻസീൻ ഒക്കെയാണ് CuBr ഒക്കെ വേണ്ടേ. കുപ്രസ് അയോഡൈന് ചുമ്മാ KI ആഡ് ചെയ്താൽ മതി, അല്ലാണ്ട് എന്ത് വേണ്ട, കുപ്രസ് അയോഡൈഡിന്റെ ആവശ്യമില്ല, KI ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് വേണമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ, ഓപ്ഷൻ 2 ആണെന്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം ശരിയാണ്. നോക്കാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എളുപ്പം. മക്കൾ ഇത് എന്താ റിയാക്ഷനാ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഏകദേശം സാലിസിലിക് ആസിഡിന്റെ സാൾട്ട് കിട്ടുന്ന റിയാക്ഷൻ ഏതാ, പഠിച്ചതല്ലേ, കോൾബ് റിയാക്ഷൻ അല്ലേ. ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ഫോർ ഐഡിയൽ സൊല്യൂഷന്റെ ΔH പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. ഐഡിയൽ സൊല്യൂഷന്റെ സമയത്ത് ΔG നെഗറ്റീവ്, ΔH 0, ΔV 0, ΔS പോസിറ്റീവ്. പക്ഷെ അവര് ΔS 0 എന്ന് എഴുതി വെച്ച്. അപ്പൊ തെറ്റേതാ, ഓപ്ഷൻ 4 ആണെന്ത് തെറ്റായിട്ട് വരിക കേട്ടോ. ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, -0.059 ഇൻറ്റു pH നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ pH 1 അല്ലേ, അപ്പൊ ആൻസർ എന്താ വരിക, -0.059. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്തത്, ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ കുറിച്ച് 10 സെക്കൻഡിൽ റേറ്റ് ഇങ്ങനെയാണ്, 20 സെക്കൻഡിൽ ഇങ്ങനെയാണ്, 30 സെക്കൻഡിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അയാളുടെ ഓർഡർ ഏതാന്ന് പറഞ്ഞൂടെ, പറയാം. അതായത് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഒരു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താ, മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. അതാണ് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്. അപ്പൊ ഇവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് നോക്കിക്കേ, ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അതായത് മുകളിൽ L വരണം എന്നുണ്ടെങ്കിൽ ഈ n എന്തായിരിക്കണം, 2 - 1, ലിറ്റർ റേസ് ടു 1 അല്ലേ. അപ്പൊ n-1 = 1, n-1 = 1 എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ n = എന്തായിരിക്കണം, 2 ആയിരിക്കണം. അപ്പൊ എന്ത് ഓർഡർ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാത്ത 3D സീരീസ് മെറ്റൽ ഏതാണ്. അത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ റിഡക്ഷൻ സീരീസ് ഒക്കെ നോക്കിയിട്ട് ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയിട്ട് നമുക്ക് പറയാം. ഹൈഡ്രജന്റെ താഴെയാണ് ഹൈഡ്രജന്റെ താഴെയാണ് ആര് നിൽക്കുന്നത്, കോപ്പർ ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് കോപ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ 1 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത് COF6 3- അല്ലേ. എടാ കൊബാൾട്ട് ഇവിടെ 3+, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാൽ കൊബാൾട്ട് 3+ കിട്ടും. അതായത് 3D6 കിട്ടും. 3D6 എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലോറിൻ വീക്ക് ഫീൽഡ് ലിഗൻഡ് ആയതുകൊണ്ട് പെയറിങ് നടക്കൂലല്ലോ. അപ്പൊ 1 2 3 4 5 6ാമത്തെ ആൾ ഇങ്ങോട്ട് വരും. ഇത് 3D ആണ്, 3D അല്ലേ.
അപ്പൊ ഇത് പാരാമാഗ്നറ്റിക് ആണ് ഉറപ്പല്ല, അൺപെയ്ഡ് ഇട്ടോണ്ട്, അതുകൊണ്ട് എന്താ പാരാമാഗ്നറ്റിക് ആണ്. പിന്നെ 6 ലിഗൻഡ് ഉണ്ടല്ല, കോർഡിനേഷൻ നമ്പർ 6 ആണ്, പിന്നെ ഒക്ടാഹെഡ്രലല്ലേ വരുള്ളൂ, അവിടെ പാരാമാഗ്നറ്റിക് ആണ്, ഒക്ടാഹെഡ്രലാണ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. അടുത്തത് Br2Fe ഡാർക്ക്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതെന്ത് റിയാക്ഷനാ? ബ്രോമിനേഷനാ. ഇയാൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അപ്പൊ ഓർത്തോ പൊസിഷനിലോട്ടും പാരാ പൊസിഷനിലോട്ടും ആര് വന്ന് അറ്റാച്ച് ചെയ്യും? ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ ഏതാ ആൻസർ വരിക? ബോത്ത് 2 and 3 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത് ദ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് ഓഫ് 0.1 മോളാർ അക്വസ് NaCl സൊല്യൂഷൻ എന്താന്നാ ചോദ്യം. അതായത് നമുക്ക് പൊതുവെ വാട്ടർ ബോയിൽ ചെയ്യുക 100 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ഈ വാട്ടറിൽ NaCl ഉണ്ടായത് കൊണ്ട് കുറച്ച് ടെമ്പറേച്ചർ കൂടും. ബോയിലിംഗ് പോയിന്റ് കുറച്ച് കൂടും. അതിനെ വിളിക്കുന്ന പേരാ ΔTB, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ആ ΔTB കണ്ടുപിടിച്ചാൽ പോരെ. അതായത് പഠിച്ചിട്ടുണ്ടാവും KB ഇൻറ്റു മൊളാലിറ്റി ഇൻറ്റു NaCl ഇലക്ട്രോലൈറ്റ്. സുക്രോസിനെയും ഗ്ലൂക്കോസിനെയും യൂറിയനെ പോലെ ഒന്നും അല്ല. അപ്പൊ ഇൻറ്റു അവിടെ എന്ത് വേണം? വാൻ ഹോഫ് ഫാക്ടർ വേണം, ഇൻറ്റു I വേണം. KB തന്നിട്ടുണ്ട് 0.51 ആണ്, മൊളാലിറ്റി 0.1 തന്നിട്ടുണ്ട്. I എന്താ? NaClന്റെ I കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, 1 - ആൽഫ പ്ലസ് N ആൽഫ. പക്ഷെ ആൽഫ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൽഫ നിങ്ങൾക്ക് 1 ആയിട്ട് എടുക്കാം, അതായത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നെടുക്കാം. അപ്പൊ NaCl കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആണെങ്കിൽ പക്ക Na+ഉം കിട്ടും, Cl- കിട്ടും. അപ്പൊ 2 അയോൺ കറക്റ്റ് കിട്ടും. അതുകൊണ്ട് I നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇവിടെ 2 ആയിട്ട് എടുക്കാം. ഇത് ചെയ്താൽ എന്താ കിട്ടുക എന്നറിയോ? 0.51 × 1 0.51, അതായത് 0.1 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അതായത് നോർമലി എപ്പോഴാണ് ബോയിൽ ചെയ്യുക? അതിനേക്കാളും 0.1 കൂടുതലാണ്. എപ്പോഴാണ് വാട്ടർ പൊതുവെ ബോയിൽ ചെയ്യുക? 100. അതിനേക്കാൾ എത്ര കൂടുതലാ? 0.1 കൂടുതലാ. അപ്പൊ 100.1 ഓപ്ഷൻ എന്ത് ചെയ്യും? 2 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്തത് ദ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ, എത്ര? 1500 ഓം. സെൽ കോൺസ്റ്റന്റ് ആണ് ചോദ്യം. വാട്ട് ഈസ് എ സെൽ കോൺസ്റ്റന്റ് ഇഫ് ദ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി എന്താ? അതാ കാപ്പ ഈക്വൽ ടു എന്താ? 0.146 ആണ്. സെൽ കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇക്വേഷൻ അറിയാം അല്ലെ, എന്ത്? കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. കണ്ടക്ടൻസ് അറിയില്ലല്ലോ, റെസിസ്റ്റൻസ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പം കണ്ടക്റ്റീവ് ഇക്വേഷൻ മാറ്റാൻ, കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടൻസിന് പകരം 1/റെസിസ്റ്റൻസ് എന്ന് കൊടുക്കാം ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. അപ്പൊ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 0.146 ആണ്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1500 ആണ്. ചെയ്ത് നോക്കിയാൽ ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ കമ്പോസിഷൻ ഓഫ് മിഷ് മെറ്റൽ ആണ് ചോദ്യം. ഡയറക്റ്റ് മാർക്ക് ചെയ്യാം. ഓപ്ഷൻ 3 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത് എം ദ ഫോളോയിങ് അയോൺ വിച്ച് വൺ ഹാസ് ഹൈയസ്റ്റ് പാരാമാഗ്നറ്റിസം. ഹൈയസ്റ്റ് പാരാമാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ വന്നാൽ മതി. ഇവിടെ ക്രോമിയം 3+ ആണ്. ക്രോമിയം 3+ എന്ന് പറയുമ്പം 3d3 ആണ്. അവിടെ H2O 3d3 ഒക്കെ ആണെങ്കിൽ പെയറിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. 1 2 3 ഇങ്ങനെ ചെയ്യാം. 3 അൺപെയർഡ് ഉണ്ടാവുക. ഇത് Fe2+ ആണ്. Fe2+ എന്ന് പറയുമ്പോൾ 3d6 ആണ്. 3d6 എന്ന് പറയുമ്പോൾ 4 നോക്കിക്കേ, H2O എന്നുള്ള ആള് Fe2+ന്റെ കൂടെ H2O വീക്ക് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ 1 2 3 4 5 പെയറിംഗ് നടക്കൂല. 6. ആറാമത്തെ ആൾക്ക് പിന്നെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ആറാമത്തെ ആളോട് വരും. പിന്നെ എത്ര അൺപെയർഡ്? അപ്പൊ N = 4 അൺപെയർഡ്. അത്രയും ഇയാൾക്കും ഉണ്ടാവില്ല, ചെക്ക് ചെയ്ത് നോക്കൊണ്ട് ഉണ്ടാവില്ല. ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത് ദ കോമ്പൗണ്ട് വിച്ച് വുഡ് അണ്ടർഗോ SN2 റിയാക്ഷൻ ആരൊക്കെ കൊല്ലം നടക്കുക? പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അല്ലേ? അപ്പൊ ഇതല്ല ഫാസ്റ്റസ്റ്റ് അല്ലേ പറയുന്നത്. അപ്പൊ ഇതും പ്രൈമറിയാ. രണ്ടും പ്രൈമറിയാണ്. അപ്പൊ എന്താ ചെയ്യുക? RCl ബോണ്ടിനേക്കാളും ലെങ്തിയർ ആണ് RBr ബോണ്ട്. അപ്പൊ ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയും, ബോണ്ട് പെട്ടെന്ന് പൊട്ടും. അപ്പൊ എല്ലാവരും പ്രൈമറി ആണെങ്കിൽ ഏറ്റവും നല്ല പോലെ റിയാക്ട് ചെയ്യലാര? RI, പിന്നെ RBr, പിന്നെ RCl, പിന്നെ RF. അപ്പൊ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ 3 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത് റിയാക്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റഡ് 90% in 90 minutes. ഹെൻസ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് 50% in approximately എന്നാണ് ചോദ്യം. എളുപ്പമാണ്. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ടൈം ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാലോ 2.303/k log A0 എന്താ? 90% കംപ്ലീറ്റ് ആയി മീൻസ് എന്താ? ഇനീഷ്യലി 100 ഉണ്ടെങ്കിൽ അത് 90 പോയി. ഇപ്പൊ എത്ര ഉണ്ടാവുള്ളൂ? 10 ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനീഷ്യൽ ഞാൻ log A0 ഇനീഷ്യൽ 100 എടുക്കാം. log A0/80 അല്ലേ? 80 എന്താ? ഇപ്പൊ എത്ര ഉണ്ട് എന്നാ? 90% കംപ്ലീറ്റ് ആയില്ലേ? 90% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 100ന് 90% പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 10 ഉണ്ടാവുക. ഇപ്പൊ 10 എഴുതി വെച്ചു. അതിനടുത്ത സമയം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. എത്ര? 90 മിനിറ്റ്. എത്ര? 90 മിനിറ്റ്.
നമുക്ക് ടൈം ആരുടെ കണ്ടുപിടിക്കണ്ടേ? സെയിം റിയാക്ഷൻ ആയതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റ് സെയിം അല്ലേ? ആണ്. ലോഗ് ഇനീഷ്യലി 100 ഉണ്ടായിരുന്നു, 50% കംപ്ലീറ്റ് ആവാനാ. അപ്പൊ 100 50 പോയ ബാക്കി ഇനി എത്ര ഉണ്ടാവുക? 50 ഉണ്ടാവുക. നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ ഇതും കട്ട് ചെയ്ത് പോയില്ലേ? ബാക്കി സോൾവ് ചെയ്തോടെ. ലോഗ് 100/10 എന്താ? 1 അല്ലേ? അപ്പൊ ഇവിടെ ലോഗ് 100/10 ലോഗ് 10 1. അപ്പൊ ഇത് മൊത്തം 1 ആണ്. ലോഗ് 100/50 എന്താ? ലോഗ് 2. ലോഗ് 2ന്റെ വാല്യൂ എന്താ? 0.3 ആ. അപ്പം 90/t ഈക്വൽ ടു ഇത് മൊത്തം കട്ട് ചെയ്ത് പോയി 1/0.3. അതിന് ടി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. പോയിട്ട് ചെയ്യുക, ആൻസർ കിട്ടും കേട്ടോ. ആൻസർ മിനിറ്റിലാണ് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇയാളൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെയ്ത് നോക്കുക. ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് വരും. ഓക്കെ. അടുത്തത് മോളാർ സോലുബിലിറ്റി ഓഫ് ഹീലിയം, നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആർ പ്ലോട്ടഡ് അഗൈൻസ്റ്റ് പാർഷ്യൽ പ്രഷർ. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സോലുബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെ? KH ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി എന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ സോലുബിലിറ്റി ആർക്കാ കൂടുതൽ നോക്കിക്കേ? ഓക്സിജൻ ആണ് കൂടുതൽ. അപ്പൊ KH ഏറ്റവും കുറവാർക്കായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. സോലുബിലിറ്റി ഏറ്റവും കുറവാർക്കാ? ഹീലിയത്തിന്. ഇതാണ് സോലുബിലിറ്റി. സോലുബിലിറ്റി ഏറ്റവും കുറവ് ഹീലിയത്തിനല്ലേ? അപ്പൊ KH കൂടുതൽ ഹീലിയത്തിനായിരിക്കും. അപ്പൊ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓസ്മോസിസ് എവിടെ നിന്ന് അങ്ങോട്ടാ പോവുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കൂടുതൽ വാട്ടർ ഉള്ള ഭാഗത്ത് നിന്ന് വാട്ടർ കുറഞ്ഞ ഭാഗത്തോട്ട്, അതായത് സോൾവെന്റ് കൂടുതലുള്ള ഭാഗത്തോട്ട്. സോൾവെന്റ് കൂടുതലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ലോവർ കോൺസെൻട്രേഷൻ. പൊതുവെ നമ്മൾ സൊല്യൂട്ട് കൂടുതലുള്ള ഭാഗമാണ് പൊതുവെ ഹയർ കോൺസെൻട്രേഷൻ. ഓസ്മോസിസ് എന്ന് വെച്ചാൽ അവിടെ വാട്ടറിന്റെ ഫ്ലോ അല്ലേ? ആ വാട്ടർ എവിടുന്നാണ് കൂടുതൽ? അവിടുന്ന് കുറവുള്ള ഭാഗത്തോട്ടല്ല എല്ലാരും പോവുക. വാട്ടർ കൂടുതലുള്ള ഭാഗത്തിന് പറയുന്ന പേരെന്താ? ലോവർ കോൺസെൻട്രേഷൻ. സോൾവെന്റ് കൂടുതലുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേര് ലോവർ കോൺസെൻട്രേഷൻ എന്നാ. പഠിച്ചിട്ടുണ്ടാവും സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ. സോൾവെന്റ് മോളിക്യൂൾ മൂവ് ഫ്രം സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷനിലാണ് സോൾവെന്റ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ. ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് KCl-ഉം KNO3-ഉം AgNO3-ഉം തന്നിട്ടുണ്ട്. എന്നിട്ട് AgCl-ന്റെതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മക്കളെ AgCl-ന്റെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ Ag+ന്റെ വേണ്ടേ? Ag+ന്റെ എവിടുന്ന് കിട്ടും? AgNO3 കിട്ടും. അപ്പൊ Ag+ന്റേത് ഇവിടുന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടി. ഈ Cl- വേണ്ടേ? Cl- വേണമെന്നുണ്ടെങ്കിൽ KCl-ന്റെ ഉള്ളിൽ Cl- ഉണ്ടല്ലോ. അപ്പൊ KCl-ന്റെ കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ? ഇവിടെ Ag+ കിട്ടി. ഓക്കെ. ഇവിടുന്ന് Cl- കിട്ടി. അപ്പൊ AgC കിട്ടുമ്പോൾ AgCl ആയി. പക്ഷെ ആവശ്യമില്ലാത്ത 2 ആൾക്കാരുണ്ടല്ലോ. NO3- ആവശ്യമില്ല, K+ ആവശ്യമില്ല. അപ്പൊ ആരെ മൈനസ് ചെയ്താൽ മതി? KNO3-യുടെ കണ്ടക്ടിവിറ്റി മൈനസ് ചെയ്താൽ മതി. എല്ലാം ക്വസ്റ്റ്യനിൽ ഇയാളും തന്നിട്ടുണ്ട്. മാത്സ് പോയി സോൾവ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത് എ സർട്ടൻ കറന്റ് ലിബറേറ്റഡ് 0.504 gram of hydrogen gas in 2 hours. How many grams of copper can be liberated by same current following for the same time in copper sulfate solution? അതായത് ഹൈഡ്രജൻ 0.504 gram കിട്ടി. അതേ കറണ്ട് തന്നെ അതേ ടൈമിൽ, അതായത് ചാർജ് സെയിം, കറണ്ടും ടൈമും സെയിം ആണെങ്കിൽ ചാർജ് സെയിം. ഇപ്പൊ രണ്ടാൾക്കും ഒരേ ചാർജ് ആണെങ്കിൽ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. എന്ത്? W1/W2 ഈക്വൽ ടു E1/E2. അതായത് വെയിറ്റ് ഓഫ് ഡെപ്പോസിഷന്റെ റേഷ്യോയും അവിടെ ഇക്വലന്റ് മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടാൾക്കും കൊടുക്കുന്ന ചാർജ് സെയിം ആണെങ്കിൽ, രണ്ട് സിസ്റ്റത്തിലൂടെയും പോകുന്ന ചാർജ് സെയിം ആണെങ്കിൽ അവരുടെ വെയിറ്റ് ഓഫ് ഡെപ്പോസിഷന്റെ റേഷ്യോ എന്ന് വെച്ചാൽ അവരുടെ ഇക്വലന്റ് മാസിന്റെ റേഷ്യോ ആയിരിക്കും. പഠിച്ചിട്ടുണ്ടാവും ഫാരഡേ സെക്കൻഡ് ലോ. ഓക്കെ. അപ്പം W1 എന്താ? ഹൈഡ്രജൻ എത്ര ഡെപ്പോസിറ്റ് ചെയ്തത്? 0.504. കോപ്പറിന്റെ അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഹൈഡ്രജന്റെ ഇക്വൽ മാസ് എന്താ? 1 ആണ്. കോപ്പറിന്റെ ഇക്വൽ മാസ് എന്താ? Cu2+ അല്ലേ? കോപ്പറിന് 63.5 ബൈ വാലൻസി ഫാക്ടർ 2+ ആയതുകൊണ്ട് ബൈ 2, 63.5/2 ഒക്കെ ചെയ്ത് ഏകദേശം 31.25 31.75 സംതിങ് കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? വെയിറ്റ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് കോപ്പർ കണ്ടുപിടിച്ചാൽ മതി. വെയിറ്റ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ വെയിറ്റ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് കോപ്പർ ഈക്വൽ ടു ഇക്വൽ മാസ് ഓഫ് ഹൈഡ്രജൻ ബൈ ഇക്വൽ മാസ് ഓഫ് കോപ്പർ. അതിൽ നിന്ന് W2 കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചാൽ ഓപ്ഷൻ 3 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഓർഡർ ഡിസപ്പിയറൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഹാസ് എ ഹാഫ് ലൈഫ് T1/2 തന്നിട്ടുണ്ട്. 34 seconds. How long does it take for the concentration of the substance to fall into 12.5 of initial volume? അതായത് 100-ന് ഒരു ഹാഫ് ലൈഫ് കടന്നാൽ 50 ആവും. 50-ന് ഒരു ഹാഫും കൂടി കടന്നാൽ 25 ആവും. 25 എന്നുള്ള ആൾക്ക് ഒരു T1/2, അതായത് T1/2 എന്ന് വെച്ചാൽ എന്താ? പകുതി ആവാൻ എടുക്കുന്ന സമയം. അപ്പൊ 100-ന് പകുതി ആവാൻ എടുക്കുന്ന സമയം ആയാലും 50 ആവും.
50-ന് പകുതി ആവാൻ എടുക്കുന്ന സമയം വെയിറ്റ് ചെയ്താൽ 25 ആവും. വീണ്ടും ടി ഹാഫ് വെയിറ്റ് ചെയ്താൽ 12.5 ആകും. അപ്പൊ ഇവിടെ ഒരു ടി ഹാഫ് കടന്നു പോകണം, ഇവിടെ ഒരു ടി ഹാഫ് കടന്നു പോകണം, ഇവിടെ ടി ഹാഫ് കടന്നു പോകണം. എന്നാലേ 100 എന്താവുള്ളൂ, 12.5 ആവുള്ളൂ. ഓക്കെ, 12.5 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. 100 12.5 ആവാൻ എത്ര സമയം പിടിക്കുന്ന ചോദ്യം. അപ്പം 100 50 ആവാൻ, 50 25 ആവാൻ, 25 12.5 അങ്ങനെ ആയി പോവുക ചെയ്യാം. അപ്പൊ 3 ടി ഹാഫ് കടന്നു പോയാലാണ് 100 12.5 ആവുക. ഒരു ടി ഹാഫിന്റെ സമയം 34 സെക്കൻഡ് ആണ്. അപ്പൊ 3 ടി ഹാഫിന്റെ സമയം എത്ര? 3 ഇൻറ്റു ടി ഹാഫ്, അതായത് 3 ഇൻറ്റു 34 ചെയ്താൽ മതി. 102 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും റിയാക്ടൻസിനേക്കാളും എനർജി കുറവായിരിക്കും പ്രൊഡക്റ്റിന്. അതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ഇതല്ലേ, ഇത് റിയാക്ടൻസ്, ഇത് പ്രൊഡക്റ്റ്. റിയാക്ടൻസിനേക്കാളും എനർജി കുറവായിരിക്കും പ്രൊഡക്റ്റിന്. അതുകൊണ്ട് ഇതാണ് എക്സോതെർമിക്. അയാളുടെ ആക്ടിവേഷൻ എനർജി 17. ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ എന്താ? ഫോർവേഡ് റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ എന്താ? ആ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സിലൂടെയാണ് കടന്നു പോവുക. അപ്പൊ ഈ ഒരു എനർജി ബാരിയർ ഉണ്ട്. ഈ എനർജി ബാരിയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ. അത് 17 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രൊഡക്റ്റിന്റെ എനർജിയും റിയാക്ടൻസിന്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് ആണെന്ത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതായത് ഈ ഒരു ഗ്യാപ്പും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? ഇതല്ല ഉണ്ടാവുക. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ അവർ എന്തായിട്ട് തന്നിട്ടുള്ളത്. ആക്ച്വലി എന്തായിട്ട് തന്നിട്ടുള്ളത് പറ? 40 കിലോ ജൂൾ. ഇത് ചോദ്യം എന്താ? ആക്ടിവേഷൻ എനർജി ഓഫ് റിവേഴ്സ് റിയാക്ഷൻ. റിവേഴ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് ഫോർവേഡ്, റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങോട്ടുള്ള ആക്ടിവേഷൻ എനർജിയാണ്. അപ്പൊ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും ഈ ഒരു എനർജി ബാരിയർ കടന്നു പോകാനുള്ള എനർജിയാണ്. ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള എനർജിയാണെന്ത്? ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ്. ഇത് തൊട്ട് ഇതുവരെയുള്ള എനർജിയാണെന്ത്? ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ്. ഈ ഇയാളുടെയും ഇയാളുടെ എനർജി ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കും. ഇയാളുടെ എനർജി ഇതാണെങ്കിൽ ഇയാളുടെ എനർജിയിൽ നിന്നും ഇയാളുടെ എനർജി, ഇവരുടെ ഡിഫറൻസ് ആണെന്ത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അത് 40 തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടുള്ളതാ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 17 ആണ്, ഇത് 14 ആണ്. അപ്പം ഇതെന്തായിരിക്കും? പറയൂ, ഇതെന്തായിരിക്കും? 17 + 40, അതായത് 57 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇത് പിന്നെ എളുപ്പമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലാന്തനോയിഡ് സീരീസിലൊക്കെ ആറ്റോമിക് റേഡിയസ് ഒക്കെ റെഗുലർ ആയിട്ട് കുറഞ്ഞ് വരിക ചെയ്യുക അല്ലേ. അപ്പോൾ ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓപ്ഷൻ ഏത് മാർക്ക് ചെയ്യുക? 1 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അടുത്തൊന്നും എളുപ്പമാണ്. സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് അതായത് പോളിമറൈസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് ശരിയാണ്. PdCl2 എന്നുള്ള കാറ്റലിസ്റ്റ് വാക്കർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. നിക്കലൊക്കെ എന്താ? ഹൈഡ്രോജനേഷൻ, കാർബൺ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കാൻ ഉപയോഗിക്കുന്നത്, ശരിയാണ്. ഹേബേഴ്സ് പ്രോസസ്സിൽ നമ്മൾ Fe അല്ല എടുക്കുക, അയൺ അല്ല എടുക്കുക, ക്രോമിയം അല്ല എടുക്കുക. അപ്പൊ തെറ്റേത ഓപ്ഷൻ 2 ആണെന്ത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അടുത്തത്, ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. നിക്കൽ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്ന. എടാ, നിക്കൽ CO4 ടോട്ടൽ ചാർജ് ഒന്നും ഇല്ലല്ലോ. നിക്കലിൽ ചാർജ് ഇല്ല. അപ്പൊ നിക്കൽ 3D8 4s2 ആ. പിന്നെ ഇയാളാണെങ്കിലോ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ. എന്താ? സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് എന്നെല്ലാം പോയിട്ട്, ഇത് ഓഡ് നമ്പർ ആണ് ടോട്ടല്. പിന്നെ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആകുമ്പോൾ എല്ലാം പോയി പെയർ ചെയ്ത് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് ഡയാമാഗ്നറ്റിക്ക, പാരാമാഗ്നറ്റിക് ആയിരിക്കില്ല. ടെട്രാഡിലാണ്, പക്ഷെ പാരാമാഗ്നറ്റിക് അല്ല, ഡയാമാഗ്നറ്റിക്ക. തെറ്റേതാ? ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക, തെറ്റായിട്ട് വരിക കേട്ടോ. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ആരാ ഉള്ളത്? റോഡിയത്തിന്റെ കാറ്റലിസ്റ്റ് ആണ് വിൽക്കിൻസ്. RHCl PPH3 ത്രൈസ്, അതാണെന്ത്? വിൽക്കിൻസ്. RH റോഡിയം ഒരു ക്ലോറിൻ ലിഗൻഡ് ആയിട്ടുണ്ടാവും. പിന്നെ ട്രൈഫിനൈൽ ഫോസ്ഫിൻ, ഇങ്ങനത്തെ ആള് 3 എണ്ണം. ഇതാണെന്ത്? വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. അതുകൊണ്ട് മെറ്റൽ ആരാ? റോഡിയം ആണ് മെറ്റൽ. ഓക്കെ, ഇത് നിങ്ങൾ ഹാലോ ആൽക്കൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചല്ലേ? DDT അല്ലെ? ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈത്തേൻ, അതാണ് DDT. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 3 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. നമുക്ക് ഇയാളുടെ പേരൊക്കെ എളുപ്പല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ OHന് 2ഉം 4ഉം, തിരിച്ചെണ്ണിയാലും OHന് 2ഉം 4ഉം. അപ്പൊ OHന് എവിടെ നിന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് എണ്ണിയാൽ ഈ ബ്രാഞ്ചിന് 2 വരും. പക്ഷെ ഇങ്ങോട്ട് എണ്ണിയാലോ ഈ ബ്രാഞ്ചിന് 4 വരും. അപ്പൊ എങ്ങോട്ടാണ് എണ്ണേണ്ടത്? ഇങ്ങോട്ട് എണ്ണിയാൽ മതി. അപ്പൊ ഇയാളുടെ പേരെന്താ? രണ്ടാമത്തെ കാർബണിൽ മീത്തൈൽ ഉണ്ട്, 2 മീത്തൈൽ. 5 കാർബൺ ഉണ്ടായതുകൊണ്ട് പെൻറ്റെയിൻ. 2ലും 4ലും OH ഉണ്ടായതുകൊണ്ട് 2,4 ഡയോൾ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഈ റിയാക്ഷന്റെ പേരെന്താ? ഹൈഡ്രോപറേഷൻ ഓക്സിഡേഷൻ അല്ലേ?
ഹൈഡ്രോപൊറേഷൻ ഓക്സിഡേഷൻ നിങ്ങൾ ഷോർട്ട് കട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്ത് ചുമ്മാ നിങ്ങൾ വാട്ടറിനെ ആഡ് ചെയ്താൽ മതി ആന്റി മാർക്കോണിക്കോ റൂൾ പ്രകാരം. അപ്പൊ കൂടുതൽ എച്ച് ഉള്ള കാർബണിന്റെ അടുത്തോട്ട് OH വരും. കുറവ് അതായത് ഇവിടെ CH2 ഇത് CH ചെയ്യാൻ വേണമെങ്കിൽ CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2 അത്. അപ്പൊ ഹൈഡ്രോപൊറേഷൻ ഓക്സിഡേഷൻ ആണ് നിങ്ങൾ വാട്ടറിനെ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യണം? ആന്റി മാർക്കോണിക്കോ റൂൾ പ്രകാരം. അതായത് കുറവ് എച്ചുള്ളോടത്തിട്ട് എച്ച് കൊടുക്കുക, കൂടുതൽ എച്ചുള്ള ഭാഗത്തോട്ടാണ് നെഗറ്റീവ് പാർട്ടായിട്ടുള്ള OH കൊടുക്കേണ്ടത്. പഠിച്ചിട്ടുണ്ടാവും ഹൈഡ്രോപൊറേഷൻ ഓക്സിഡേഷൻ. അപ്പൊ ഇയാളെന്താ പെൻഡൻ 1 ഓപ്ഷൻ 4 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. മക്കളിത് റെയ്മർ-ടൈമൻ റിയാക്ഷൻ അല്ലേ? റെയ്മർ റിയാക്ഷനിലുള്ള ഇലക്ട്രോഫൈൽ അതായത് റിയാക്ടിങ് സ്പീഷീസ് ആരാ? ഡൈക്ലോറോ കാർബിന എന്നൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇതെന്താടാ? ഈ ഒരു സിസ്റ്റത്തിലോട്ട് HI ആഡ് ചെയ്യുമ്പോൾ മക്കളെ ഇതൊരു കാർബൺ ഓക്സിജൻ ബോണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെയും കാർബൺ ഓക്സിജൻ ബോണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റെസൊണൻസ് കാരണം ഈ ബോണ്ട് എന്ത് ചെയ്യൂല? പൊട്ടൂല. കാരണം എന്താ? ഇത് പാർഷ്യൽ ഡബിൾ ബോണ്ട്, അതുകൊണ്ട് ഈ ബോണ്ട് പെട്ടെന്ന് പൊട്ടൂല. അപ്പൊ ഇനി കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബോണ്ടാ പൊട്ടുക. കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടിയാൽ എന്തായാലും ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? അയാൾക്ക് നെഗറ്റീവ് ചാർജും, ആരെ മോർ ഇലക്ട്രോനെഗറ്റീവ് കുറവുള്ള ആൾക്ക് പ്ലസ് ചാർജും കൊടുക്കണം. അപ്പൊ ഈ ബോണ്ടാണ് ഇവിടെ പൊട്ടുക എന്ന് മക്കൾ പഠിക്കണം. ഈ ബോണ്ട് പൊട്ടൂല ഡ്യൂ ടു റെസൊണൻസ് കാരണം പാർഷ്യൽ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടൂല. അപ്പൊ ഈ ബോണ്ട് ഇവിടെ പൊട്ടിയാൽ O മൈനസിന്റെ അടുത്തോട്ട് ആര് വരും? H പ്ലസ് വരും. ഈ ബോണ്ട് പൊട്ടിയാൽ CH2 പ്ലസിന്റെ അടുത്തോട്ട് I മൈനസ് വരും. അപ്പൊ ഇത് CH2I ആയിട്ട് മാറും. അതായത് ഓപ്ഷൻ 1. അപ്പൊ ഇവിടെ എന്തൊക്കെ കിട്ടുകയെന്ന് അറിയോ? O OH ആയിട്ടും മാറും. അങ്ങനത്തെ ഓപ്ഷൻ ഇതിൽ കാണുന്നില്ല. പിന്നെ നമുക്ക് വേറെ എന്തും കിട്ടും? CH2 പ്ലസിലോട്ട് ആരും വരും? I മൈനസും വരും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ആൾമോസ്റ്റ് മിക്ക ക്വസ്റ്റ്യൻ എളുപ്പമാണ്. 1-2 കിട്ടാത്ത ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. പോയിട്ട് മാക്സിമം പഠിക്കുക, നല്ലപോലെ സ്കോർ ചെയ്യുക. അടുത്ത എക്സാമിന് കുറച്ചും കൂടി മാർക്ക് കൂട്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.